എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. നവീകരിച്ച കോട്ടിലക്കോണം കുളം ഉദ്ഘാടനം. മുഖ്യമന്ത്രി, മേയർ, MLA, ഡെപ്യൂട്ടി മേയറുടെയൊക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി, എന്നും പ്രതീക്ഷിക്കല്ലേ. പെരുർക്കട വാർഡിൽ കോട്ടിലക്കോണം കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരുവശവും ചുറ്റുമതിൽ സ്ഥാപിച്ച് ഇന്റർലോക്കിട്ട നടപ്പാതയും ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തി. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. ഇതിന്റെ ഉദ്ഘാടനം 24-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസ്. അങ്ങനെ ഒരു മോഹം തോന്നി. നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. നീ കോട്ടിലക്കോണം കുളം കാണണ്ടേ? ഇതാണ് നവീകരിച്ച കോട്ടിലക്കോണം കുളം. എങ്ങനെയുണ്ട്? നന്നായിട്ട്. അടിപൊളി. താങ്ക് യു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഇനി ഈ കോട്ടിലക്കോണം നീന്തൽക്കുളം നവീകരിച്ചതിന് ചിലവായ തുക എത്രയെന്നറിയണ്ടേ? 1,40,00,000 രൂപ. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. 1 കോടി എന്നാൽ 100,00,000 രൂപ. 140 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നീന്തൽക്കുളമാണ് ദായി കാണുന്നത്. എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. ഇത്രയ്ക്കും 1,40,00,000 രൂപ വേണ്ടിവരുമോ? ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നുമല്ല. അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ദഹിക്കില്ല. ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പോലെ നവീകരിച്ച നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇവിടെ കണ്ടാ അറിയാം ഈ കിടക്കുന്ന ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. പാവത്തങ്ങളെ സഹായിക്കാൻ ഇച്ചിരി അഴിമതി കാണിക്കണേൽ അങ്ങ് കാണിച്ചേരേ. ഇത്രയും പൈസ എന്തിനാണ്? ഇത്രയും പൈസ എവിടെ ചെലവാക്കി? ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവര് പെട്ടുപോകും. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവുമില്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? 1 കോടി പോയിട്ട് ഒരു 50 ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ ഇതിനേക്കാളും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന്. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. വെറും കരിഞ്ചോലയായിട്ടുള്ള അഴിമതിയാണ് ഈ കുളത്തിൽ നവീകരണത്തിൽ ഇവർ ചെലവാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള തത്രപ്പാടിനിടയിൽ നവീകരണം നടത്തിയോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ആളുകൾ പലതും പറയുന്നുണ്ട്. എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം. 1,40,00,000 രൂപ അവരുടെ നികുതി പണമാണ്. ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ, മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഇനി ഈ കുളം യഥാർത്ഥ നീന്തൽ കുളമാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വരട്ടെ പാർട്ടി.